പ്രിയപ്പെട്ട സഹോദരൻ ദീപക് മരിക്കേണ്ടി വന്നു. രാഹുൽ ഈശ്വറിനെ പറ്റി മനസ്സിലാക്കാൻ. രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ വരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് വട്ടാണ്, പ്രാന്താണ്, അങ്ങനെ എങ്ങനെ പറഞ്ഞ ഒരുപാട് കമൻറ്റുകളും അതുപോലെ വീഡിയോസൊക്കെ കണ്ടതാണ്. രാഹുൽ ഈശ്വർ ചെയ്തത് വളരെ നല്ല കാര്യമല്ലേ? അതായത് സ്ത്രീകൾക്ക് മാത്രം മതി സ്വാതന്ത്ര്യം, പുരുഷന്മാർക്കും വേണ്ടേ? അവരും എത്ര പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവണില്ലേ ഓരോന്നിൽ. അവർ പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ. പുറത്ത് പറഞ്ഞാലും അവർക്ക് ഇത്രയ്ക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നറിയാം. ഇപ്പം ഈ ദീപകന്നെ മരിക്കാൻ തന്നെ കാരണം എന്താണ്? എന്തെല്ലാം വന്നാലും ഈ സ്ത്രീയുടെ മേലെയാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒറ്റ വിചാരം കാരണമാണ് ഈ ദീപക് മരിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ദീപക് പിടിച്ചു നിന്നേനെ. കാരണം പുരുഷന്മാർക്കും സപ്പോർട്ട് കിട്ടുമായിരുന്നെങ്കിൽ. ഇത് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആ ദീപകിൻ്റെ ജീവൻ പോയത്. അതുപോലെ ഇനി ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെ പോകരുത്. രാഹുൽ ഈശ്വർ ചെയ്തത് ശരിയാണ്, 100 അല്ല 101% ശരിയാണ്. ഈ ദീപകിന്റെ മരണത്തിന് ശേഷം അവിടെ ആരെങ്കിലും പോവേ സംസാരിക്കുകയെ ദീപകിന്റെ കുടുംബത്തോട് ഇത്രയും സപ്പോർട്ടായി സംസാരിച്ചത് ആരാ? ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് പകലില്ലാതെ പ്രയത്നിച്ച് ജയിലിൽ കടന്ന ഒരു മനുഷ്യനാണ് രാഹുൽ എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വരനെയാണ് ഇപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് പോയതും ഒരു സഹായത്തിനായിട്ട് ഒരു 3 ലക്ഷം രൂപ സംഘടിപ്പിച്ചൊക്കെ കൊടുത്തതും. ഇപ്പം എന്ത് തോന്നുന്നു രാഹുലിനെ പറ്റിയിട്ട്, രാഹുൽ ഈശ്വറിനെ പറ്റിയിട്ട്? ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് നമ്മൾക്ക് ആരുടെയെങ്കിലും ഒരു സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ നമുക്ക് ഇത്രത്തോളം ഫീലിങ്സ് വരുള്ളൂ. ഇത് മറ്റുള്ളവരെ കാണുമ്പോൾ എന്തോ ആയിക്കോട്ടെ അങ്ങനെ തോന്നും. പക്ഷേ ഈ രാഹുൽ എല്ലാം മുൻകൂട്ടി കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനൊരു സംഭവം ഏകദേശം ഒരു വർഷത്തിന് മേലെയായല്ലോ ഇങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ വേണം പറഞ്ഞിട്ട്. എന്നിട്ട് അതിന് സപ്പോർട്ടായിട്ട് ആരും അതായത് ഇപ്പോൾ സപ്പോർട്ട് അല്ല, അതിനെ കളിയാക്കിയവരടക്കം ഇപ്പോൾ സപ്പോർട്ടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ മറ്റേ ചാനലിലുള്ള ആൾക്കാരാണെങ്കിലും പിന്നെ അതുപോലെ ഓരോ യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണം, ഞങ്ങൾക്കും ഇടയ്ക്കൊക്കെ ബസ്സിൽ കയറേണ്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ വല്ല തിരക്കുള്ള സ്ഥലത്ത് പോകേണ്ടതാണ്. അപ്പോഴൊക്കെ ഇതുപോലെ ക്യാമറയും പിടിച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അതിപ്പോൾ അവർക്ക് സ്വയം അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയവർ കുറച്ചുകൂടെ. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളതും അതുപോലെ യൂട്യൂബിൽ ഇപ്പോൾ ഘോരഘോരമായിട്ട് പ്രസംഗിക്കാനൊക്കെ തുടങ്ങുന്നത്. ആദ്യം രാഹുൽ ഈശ്വർ എന്താണ് പൊട്ടനാണ്, ആർക്കോ വേണ്ടി ജയിലിൽ കിടന്നു കഴുത അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. പക്ഷേ ഇപ്പോൾ എല്ലാവരും അയാളുടെ കൂടെയാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. സത്യമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിലും പരായിരിക്കും. ഒന്ന് നോക്കിയാൽ തന്നെ കേസാവണ കാര്യമാണ്. അപ്പോൾ ഈ പുരുഷ കമ്മീഷൻ വരണം എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്തായാലും രാഹുൽ ഈശ്വറിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങളെപ്പോലെ. ഇതവിടെ ഞങ്ങൾ കുറേ മലയാളികളുണ്ട്. അതുപോലെ ഞങ്ങൾ പുറത്താണ്, കേരളത്തിന് പുറത്താണ്, കുറേ മലയാളികളുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരും ഉണ്ട്. എല്ലാവരും രാഹുലിൻ്റെ കൂടെ തന്നെയാണ്. അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അവഹേളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ രാഹുലിനെ പറ്റി നല്ല വർത്തമാനം പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നു. കാരണം പുരുഷന്മാർക്കും ഇനി തൻ്റെ ഇടത്തോടെ സന്തോഷത്തോടെ ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലും വിശ്വാസം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും വരേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ബാക്കിയുള്ളിടത്തൊന്നും ഇത്ര പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ പുരുഷന്മാർ സ്ത്രീകൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യണത്. ഒരുമിച്ച് രാത്രി നേരങ്ങളിലാണെങ്കിലും റിക്ഷയൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ വരാറ്. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായി മുട്ടും. അതാ സ്ത്രീകൾക്കാണെങ്കിലും അറിയാം, പുരുഷന്മാർക്കാണെങ്കിലും അറിയാം. സ്വാഭാവികമാണ്. ഈ തിരക്കുള്ള സമയത്ത് നമുക്കിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. കിടക്കുന്ന സമയത്ത് ചില കൈയും കാലൊക്കെ ചില മൂവ്മെൻറ്റുകൾ വരും. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിയെന്ന് വരും. അപ്പോൾ ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ സോറി എന്ന് പറയുക, പോവുക, രണ്ടുപേരും അങ്ങനെ പിരിഞ്ഞു പോവുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിലാണല്ലോ വല്ലാതെ എന്താ പറയുക, വല്ലാത്തൊരു കുലസ്ത്രീകളൊക്കെ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട്. പക്ഷേ എല്ലാവരെയും പറയണില്ല കേട്ടോ, എല്ലാ സ്ത്രീകളെയും പറയണില്ല. ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്, ഒരുപാട് നല്ല പുരുഷന്മാരും ഉണ്ട്. പുരുഷന്മാരിലും ഉണ്ട് വൃത്തികെട്ട ആൾക്കാരില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഈ ഒരു താടക മനഃപൂർവ്വം വന്ന് കെട്ടിച്ചമച്ചതല്ല ഈ കാര്യം. ഈ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി മാത്രം ഇത് വന്ന് കയറിയതാണല്ലോ. എവിടുന്ന് വന്ന് കയറി ഭഗവാനെ? ഞാൻ ഇപ്പോഴും അത് ആലോചിക്കുന്നത്. അവരുടെ ആ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീര് കാണുമ്പോൾ സഹിക്കാത്തത് കൊണ്ട് പറയുകയാണ്, ഇത് എവിടുന്ന് പൊട്ടിമുളച്ചു ആ ബസ്സിൽ എന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ജീവൻ കളയാൻ വേണ്ടി ആ മനുഷ്യൻ്റെ, പാവമായ ഒരു മനുഷ്യൻ്റെ ജീവൻ കളയാൻ വേണ്ടി ഇത് വന്ന് മുട്ടി നിന്ന് ചെരിഞ്ഞ് നിന്ന് മലന്ന് നിന്ന് കവിണ് നിന്ന് എങ്ങനെയൊക്കെയാണ് ഈ പെണ്ണ് നിന്ന് ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. അതോ അവളാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അതിനെ കുറച്ച് ചില ഭാഗം ഫാസ്റ്റ് ആയിരിക്കുക, ചില ഭാഗം സ്ലോ ആക്കിയിരിക്കുക. കാരണം സ്ലോ ആക്കി കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു സെക്കൻഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 2-3 സെക്കൻഡാക്കി കാണിക്കാൻ പറ്റും.
അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഈ പെണ്ണ് ഈ വൈറലാവാൻ നോക്കിയത്. എന്നിട്ട് പറയാ ജനങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നു, ഇനി നിങ്ങൾ തീരുമാനിക്കൂന്ന്. എന്ത് തീരുമാനിക്കാൻ? തീരുമാനിച്ചുല്ലോ, നീ ഒരു ഒളിവിൽ പോയില്ലേ, നിനക്ക് ഒളിവിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാക്കിയല്ലോ നീ എന്നെ. ജനങ്ങൾ തീരുമാനിച്ചു, ഒരു തീരുമാനം കിട്ടി നിനക്ക്. ഇനി എന്ത്? പക്ഷെ ഇവൾക്ക് എത്രത്തോളം ശിക്ഷ ലഭിക്കുന്നെന്ന് അറിഞ്ഞൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, ഇതിൽ തെളിവും കാര്യങ്ങളൊന്നും അത്ര കാര്യമായിട്ടില്ലാത്ത കാരണം ഇവൾക്ക് എത്രത്തോളം ഇതിൻ്റെ പിന്നാലെ ശിക്ഷ ലഭിക്കുന്ന അറിയില്ല. പക്ഷെ പുറത്തിറങ്ങാനോ യൂട്യൂബ് അവൾക്ക് ഇതുപോലെ അക്കൗണ്ട് തുറക്കാനോ ഇൻസ്റ്റ തുറക്കാനോ പറ്റാത്ത തരത്തിൽ റിപ്പോർട്ട് ചെയ്ത എല്ലാം അവളുടെ ബന്ദ് ചെയ്യണം, അത്രേ പറയാനുള്ളൂ. റിപ്പോർട്ട് അടിക്കണം എല്ലാവരും. അവൾക്ക് ഇനി യൂട്യൂബിലും ഒന്നിലും അവൾക്ക് ഇനിയുള്ള ജീവിതകാലം ശരി ശിക്ഷ കുറച്ചേ ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മൾ മലയാളികൾ എല്ലാവരും കൂടെ അവൾക്കുള്ള ഒരു ശിക്ഷ നമുക്ക് തന്നെ കൊടുക്കണം, അത്രേ പറയാനുള്ളൂ. ആ ഒരു മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞത് മാത്രമല്ല, അമ്മടി അച്ഛൻ്റെ കണ്ണീരിൻ്റെ വില അവൾ അനുഭവിക്കണം, അറിയണം, അത്രേ പറയാനുള്ളൂ. എന്തായാലും രാഹുൽ ഈശ്വറിന് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനൊരു അവസരത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു.